ചൈനയ്ക്ക് അവസാന മുന്നറിയിപ്പുമായി ലോകരാജ്യങ്ങൾ അണിനിരക്കുകയാണ്. ഇനി ചൈനയുടെ അഹങ്കാരം വെച്ചു പൊറുപ്പിക്കില്ലെന്നാണ് രാജ്യങ്ങളുടെ ദൃഢപ്രതിജ്ഞ. ഫിലിപ്പീൻസ് കലിതുള്ളി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ജപ്പാനും യുഎസും ഫിലിപ്പീൻസും തമ്മിൽ അടുത്തിടെ നടന്ന ത്രിരാഷ്ട്ര ഉച്ചകോടിയിൽ ചൈന ശക്തമായ എതിർപ്പാണ് അറിയിച്ചത്. എന്നാൽ അനാവശ്യ കുത്തിത്തിരിപ്പ് തുടർന്നാൽ കാര്യങ്ങൾ തകിടം മറിയുമെന്നാണ് ഫിലിപ്പീൻസ് ഇപ്പോൾ പറയുന്നത്. ദക്ഷിണ ചൈന കടലിലും പടിഞ്ഞാറൻ ഫിലിപ്പൈൻ കടലിലും പ്രാദേശിക സമാധാനം തകർക്കുമെന്ന് ചൈനയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. പ്രാദേശിക സമാധാനത്തിനും സ്ഥിരതയ്ക്കും തുരങ്കം വെക്കുന്ന സമുദ്ര അവകാശവാദങ്ങൾക്കും ആക്രമണാത്മക പെരുമാറ്റങ്ങൾക്കും ചൈനയ്ക്ക് ഇനി മാപ്പില്ല. ചൈനയുടെ അനാവശ്യ പ്രകോപനങ്ങൾക്ക് അതേ രീതിയിൽ തന്നെ മറുപടി കൊടുക്കും എന്ന പക്ഷമാണ് ഒരു വിഭാഗം സ്വീകരിച്ചിട്ടുള്ളത്. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് തങ്ങളുടെ പരമാധികാര തിരഞ്ഞെടുപ്പാണെന്നും ഇൻഡോ പസഫിക് മേഖലയിലെ സമാധാനം, സ്ഥിരത, സാമ്പത്തിക അഭിവൃദ്ധി എന്നിവ ശക്തിപ്പെടുത്താനും പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണെന്നാണ് ഫിലിപ്പീൻസ് വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗിക പ്രസ്താവനയിൽ പറഞ്ഞത്. ദേശീയ താൽപര്യങ്ങൾക്ക് അനുസൃതമായും സ്വതന്ത്ര വിദേശ നയത്തിന് അനുസൃതമായും അമേരിക്കയുമായുള്ള സഖ്യവും ജപ്പാനുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തവും ശക്തിപ്പെടുത്തുക എന്നത് ഫിലിപ്പീൻസിന്റെ പരമാധികാര തെരഞ്ഞെടുപ്പും തീരുമാനവുമാണ്. തങ്ങളുടെ പ്രവർത്തനങ്ങൾ അന്താരാഷ്ട്ര നിയമത്തിനും മറ്റ് കാര്യങ്ങൾക്കുമൊക്കെ അനുസൃതമാണ്. അതിൽ ചൈനയ്ക്ക് സ്ഥാനമില്ല എന്നാണ് ഫിലിപ്പീൻസ് ഉറക്കെ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇൻഡോ പസഫിക് മേഖലയിൽ സമാധാനം, സ്ഥിരത, സാമ്പത്തിക അഭിവൃദ്ധി എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു പങ്കാളിത്ത സഹകരണ ചട്ടക്കൂടായി തന്നെ ഈ ത്രിരാഷ്ട്ര സഹകരണത്തെ നമുക്ക് നോക്കിക്കാണാം. സമാധാന പ്രേമികളായ ഒരു രാജ്യവും ഭീഷണിയായി കണക്കാക്കാൻ പാടില്ലാത്ത അഭിലഷണീയമായ ഒരു കൂട്ടായ്മയാണത്. അവിടെയാണ് ചൈനയുടെ പ്രവൃത്തി ലോകത്തിന് തലവേദനയാകുന്നത്. ഏപ്രിൽ 11 നടന്ന ഉച്ചകോടി 3 രാജ്യങ്ങൾക്കും അവരുടെ ശക്തമായ ഉഭയകക്ഷി ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനും അതുപോലെ സാമ്പത്തിക സഹകരണം വിപുലീകരിക്കുന്നതിനുമൊക്കെ ഉതകുന്നതായിരുന്നു. ഫിലിപ്പൈൻ വികസന ലക്ഷ്യങ്ങൾക്കുള്ള പിന്തുണയും രാജ്യങ്ങൾ നൽകുന്നുണ്ടായിരുന്നു. ഫിലിപ്പീൻസ് പ്രസിഡന്റിന്റെ സാമൂഹിക സാമ്പത്തിക അജണ്ടയ്ക്കും സാമ്പത്തിക നയതന്ത്ര ലക്ഷ്യങ്ങൾക്കും അനുസൃതമായി ഫിലിപ്പീൻസിന്റെ വികസന ആവശ്യങ്ങളോട് ഈ ത്രിരാഷ്ട്ര സംരംഭം പ്രതികരിച്ചിരുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള മുൻഗണനാ സാമ്പത്തിക മേഖലകൾക്കും നിർണായകവും ഉയർന്നു വരുന്നതുമായ സാങ്കേതിക വിദ്യകൾക്ക് മൂല്യവത്തായ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള പിന്തുണയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനിടയിലാണ് ചൈനയുടെ ഒരു കടന്നുവരവ്. എന്തായാലും ദക്ഷിണ ചൈന കടലിലെയും പടിഞ്ഞാറൻ ഫിലിപ്പീൻസ് കടലിലെയും ചൈനയുടെ പ്രവർത്തനങ്ങളെ വെച്ചുപൊറുപ്പിക്കാനാകില്ല എന്ന് തന്നെയാണ് രാജ്യങ്ങൾ ഒരേ സ്വരത്തിൽ പറയുന്നത്. മേഖലയിലെ സംഘർഷങ്ങൾക്ക് ചൈനയെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. ജപ്പാനോടും ഫിലിപ്പീൻസിനോടുമുള്ള അമേരിക്കയുടെ പ്രതിരോധ പ്രതിബദ്ധത വലിയ രീതിയിലാണെന്ന് ഉച്ചകോടിയിൽ ബൈഡൻ പറഞ്ഞു എന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. ഇൻഡോ പസഫിക്കിൽ ഇന്ത്യ, യുഎസ്, ഓസ്ട്രേലിയ, ജപ്പാൻ എന്നിവ ഉൾപ്പെടുന്ന ക്വാഡ് തുടങ്ങി ഓസ്ട്രേലിയ, യുഎസ്, UK എന്നിവ ഉൾപ്പെടുന്ന AUKUS എന്നിവയും വർദ്ധിച്ചു വരുന്ന അസാധാരണ സാഹചര്യത്തിലും ഗ്രൂപ്പിംഗുകൾ സൃഷ്ടിച്ചതിന് ശേഷമാണ് US, ജപ്പാൻ, ഫിലിപ്പീൻസ് ത്രികക്ഷി രൂപം കൊണ്ടത്. മേഖലയിലെ ചൈനയുടെ സൈനിക ശക്തിയെക്കുറിച്ചുള്ള ആശങ്കകൾ പ്രധാനമായിട്ടും എടുത്തു പറയണം. അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കുവാനുള്ള ചൈനയുടെ പ്രവർത്തികൾക്ക് സമുദ്രാധിപത്യം അവസാനിപ്പിക്കുവാൻ സമുദ്ര സുരക്ഷയിൽ, സമുദ്ര പ്രതിരോധത്തിൽ സുപ്രധാന സ്ഥാനം വഹിക്കാൻ ഇന്ത്യയും നിർണായക നീക്കങ്ങളാണ് നടത്തുന്നത്. ചൈനയുടെ കുശാഗ്ര ബുദ്ധിക്ക് ചുട്ട മറുപടി കൊടുക്കാൻ തന്നെയാണ് രാജ്യങ്ങൾ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. തങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അനാവശ്യമായ ഇടപെടലുകളുമായി ചൈന വരുന്നത് ഇഷ്ടമല്ല എന്ന് തന്നെയാണ് രാജ്യങ്ങൾ ഒരേ സ്വരത്തിൽ പറയുന്നത്. അത്തരം ആധിപത്യം പുലർത്താൻ ചൈന ശ്രമിക്കുകയും വേണ്ട. അങ്ങനെ ശ്രമിച്ചാൽ രാജ്യങ്ങളെല്ലാം തന്നെ ചൈനയ്ക്ക് എതിരെ തിരിയുന്ന ഒരു സാഹചര്യമാകും ഉണ്ടാവുക. എന്തായാലും ഇപ്പോൾ ഫിലിപ്പീൻസ് ചുട്ട മറുപടി തന്നെയാണ് ചൈനയ്ക്ക് കൊടുത്തിരിക്കുന്നത്. തക്കതായ താക്കീതിലൂടെ ചൈന പാഠം പഠിച്ചില്ല എങ്കിൽ ഇനിയും കാര്യങ്ങൾ മാറി മറിയും എന്നതാണ് മനസ്സിലാക്കേണ്ടത്.